السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു വല്ലാതെ ആരാധ്യനില്ലെന്ന് പ്രസ്താവിച്ച ശേഷം ആകാശഭൂമികളെയും മനുഷ്യനെയും സൃഷ്ടിച്ചുണ്ടാക്കിയതും വ്യവസ്ഥാപിതമായ രീതിയിൽ അവയെല്ലാം നിയന്ത്രിച്ചു പോരുന്നതും അള്ളാഹുവാണ്. അവൻ്റെ അധികാരാവകാശങ്ങളിൽ അവന് പങ്കാളികളോ സമന്മാരോ ആയി വേറെ ആരും ഇല്ല. തുടർന്ന് കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ അവനോട് നന്ദിയും കൂറുമില്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അടുത്തതായി അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നു. ആ കൂട്ടത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കന്നുകാലികൾ. അവയെ മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സൃഷ്ടിക്കുകയും അവൻ്റെ നിത്യാവശ്യങ്ങളായ പല കാര്യങ്ങൾക്കും അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുവഴി മനുഷ്യന് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. കാലികൾ മൂലം ലഭിക്കുന്നതായി ഇവിടെ എടുത്തു പറയപ്പെട്ട ഉപകാരങ്ങൾ, ഒന്ന്, തണുപ്പിൽ നിന്നും രക്ഷ കിട്ടുമാറ് ചൂട് നൽകുന്ന വസ്തുക്കൾ അവയിൽ നിന്ന് ലഭിക്കുന്നു. രോമം കൊണ്ടും തോൽ കൊണ്ടും ഉണ്ടാക്കപ്പെടുന്ന വസ്ത്രം, പുതപ്പ്, തമ്പ്, പാദരക്ഷ മുതലായവയാണ് ഇതുകൊണ്ട് ഉദ്ദേശം. ശീതകാലത്തും കഠിനമായ തണുപ്പുള്ള പ്രദേശങ്ങളിലും ഇവയുടെ ആവശ്യം പറഞ്ഞറിയിക്കേണ്ടതില്ല. വിശപ്പിന് ഭക്ഷണവും ദാഹത്തിന് പാനീയവുമായ പാല് ഒരു പ്രധാന ധനസമ്പാദന മാർഗമായ അവയുടെ സന്തതികൾ തുടങ്ങിയ മറ്റ് പല ഉപകാരങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാംസം ഈ കന്നുകാലികളിൽ നിന്ന് അവന് ലഭിക്കുന്നു. കൂടാതെ ഈ കന്നുകാലികൾ കൊണ്ടുള്ള പല ഉപകാരങ്ങളും അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.